വസ്തുക്കൾക്കൊപ്പം കന്മഷമില്ലാത്തഹത്വം ഈ കാഴ്ച വസ്തുക്കൾക്കൊപ്പം കന്മഷമില്ലാത്തഹത്വം എല്ലാം പൊറുക്കുന്ന ചിത്തം വല്ലഭ കാഴ്ചയറിയുക എല്ലാം പൊറുക്കുന്ന ചിത്തം വല്ലഭ കാഴ്ചയറിയുക അൾത്താരയെല്ലാം അർപ്പിക്കാനായി ഞാൻ വരുന്നു എല്ലാം നിനക്കായി നൽകാൻ ദേവാലയത്തിൽ വരുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മുക്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യർ അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യാംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് കരുതലിനായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവമേ, കർത്താവേ, നിൻ സ്തുതി പാടും. അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സുസ്ഥിരനും. ഞാനീ മണ്ണിൽ കഴിയോളം ദൈവസ്തുതികൾ പാടിയിടും. പരചരിലോ നരനൊരുവനിലോ ശരണം തേടാൻ തുനിയരുതേ. ജനതയിലെ നാഥൻ വീണ്ടും ചേർക്കുന്നു. പണിയുന്നോ സ്നേഹകരിയവൻ കരുണാവാരിയവനല്ലോ. ജനരാശികളുടെ മധ്യേ നിൻ സ്തുതിഗീതം പാടിയിടും. വനജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിയിടും. താതനും അതുപോലാത്മജനും റൂഹായും സ്തുതിയും നീക്കും. ആദിമുതൽ എന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനങ്ങളെ ആത്മാവിനെ പ്രകാശിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രദക്ഷിണാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് നാളെല്ലാവരുടെയും സൃഷ്ടാവാകും സകലത്തിന്റെയും നാഥായ പരിപാലന അമർത്യനേ
ആദി മുതൽ എന്നേക്കും ആമേൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ തേടണമേ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും ബലവാനും ഭക്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനും എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ആമേൻ. സഹോദരി, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ഏഷ്യായുടെ പുസ്തകമാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ന്യായം പാലിക്കുക, നീതി പ്രവർത്തിക്കുക, ഞാൻ രക്ഷ നൽകാൻ പോകുന്നു. എൻ്റെ നീതി വെളിപ്പെടും. ഇവ പാലിക്കുന്നവൻ, ഇവ മുറുകെ പിടിക്കുന്ന മർത്യൻ അശുദ്ധമാക്കാതെ ആചരിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന അനുഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ തന്നെ തരത്തിൽ തന്നെ തീർച്ചയായും അകറ്റി നിർത്തുമെന്ന് അവിടുന്ന് ചേർന്ന് നിൽക്കുന്ന പ്രദേശിയോ ഞാൻ ഒരു ഉടകവൃക്ഷമാണെന്ന് ഷണ്ടനെ പറയാതിരിക്കട്ടെ. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ സാപത്ത് ആചരിക്കുകയും എൻ്റെ ഹിതം അനുവർത്തിക്കുകയും എൻ്റെ ഉടമ്പടിയുടെ വിശ്വസം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഷണ്ടന്മാർക്ക് ഞാൻ എൻ്റെ ആലയത്തിൽ മധുരക്കുള്ളിൽ പുത്രിപുത്രന്മാരെക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്മാരകവും നാമവും നൽകും. ഒരിക്കലും തുടർന്ന് മാറ്റപ്പെടാത്ത ശാശ്വത നാമമായിരിക്കുന്നത്. എന്നെ സ്നേഹിക്കാനും എൻ്റെ നാമത്തെ സ്നേഹിക്കാനും എൻ്റെ ദാസനായിരിക്കാനും എന്നോട് ചേർന്ന് നിൽക്കുകയും സാപത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ ഉടമ്പടിയുടെ വിശ്വസം പുലർത്തുകയും ചെയ്യുന്ന പ്രദേശങ്ങളെയും ഞാൻ എൻ്റെ വിശുദ്ധതയിലേക്ക് കൊണ്ടുപോകും. എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും. അവരുടെ ദഹന ബലികളും മറ്റു ബലികളും എൻ്റെ ബലിപീഠത്തിൽ സ്വീകാര്യമായിരിക്കും. എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് അറിയപ്പെടും. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നു. ശ്രീകണ്ഠാന്റെ പ്രവർത്തനം നിയമോപദേഷ്ടാവും സകല ജനത്തിന് വാതിലിടനുമായ ഗമാലിയൽ എന്ന ഫരിസേയൻ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റ് നിന്ന് ആ മനുഷ്യരെ കുറച്ച് സമയത്തേക്ക് പുറത്തു നിർത്താൻ നിർദ്ദേശിച്ചു. അനന്തരം അവൻ അവരോട് പറഞ്ഞു, ഇസ്രായേലിനെ, ഈ മനുഷ്യരോട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നത് സൂക്ഷിച്ചു വേണം. എന്തെന്നാൽ ഈ നാളുകൾക്ക് മുമ്പ് താൻ ആരോ ആണെന്ന് പറഞ്ഞ് ദേവദാസ് രംഗപ്രവേശനം ചെയ്തു. ഏകദേശം 400 പേർ അവനെ കൂടെ ചേർന്നു. എന്നാൽ അവൻ വധിക്കപ്പെടുകയും അവനെ അനുസരിച്ചിരുന്നവരൊക്കെയും ചിതറുകയും നാമാവിശേഷമാവുകയും ചെയ്തു. അനന്തരം കാനേഷുമാരിയുടെ കാലത്ത് ഗലീലക്കാരനായ യൂദാസ് പ്രത്യക്ഷപ്പെട്ട് കുറെ പേരെ വഴിതെറ്റിച്ച് തന്റെ പിന്നാലെയാക്കി. അവൻ നശിച്ചുപോയി. അവനെ അനുസരിച്ചിരുന്നവരൊക്കെയും ചിതറിപ്പോവുകയും ചെയ്തു. ഇക്കാര്യത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ മനുഷ്യരിൽ നിന്ന് അകന്നു നിൽക്കുക, അവരെ തനിയെ വിട്ടേക്കുക. കാരണം ഈ പദ്ധതിയും ഈ പ്രവർത്തനവും മനുഷ്യരിൽ നിന്നാണെങ്കിൽ അത് താനെ നശിക്കും. മറിച്ച് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. മാത്രമല്ല, ദൈവത്തെ എതിർക്കുന്നവരായി നിങ്ങളെ കാണുകയും ചെയ്യും. അവർ അവനെ അനുസരിച്ചു. അവർ സ്നേഹന്മാരെ വിളിച്ചു വരുത്തി പ്രകരിച്ച ശേഷം ഈശോയുടെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് കൽപ്പിച്ചു വിട്ടയച്ചു. അവരാകട്ടെ ഈശോയുടെ നാമത്തെ പ്രതി അപമാനിതരാകാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിന്ന് പുറത്തുപോയി. എല്ലാ ദിവസവും ദേവാലയത്തിലും ഭവനത്തോടും ഈശോയാണ് മിശിഹായെന്ന് പഠിപ്പിക്കുന്നതിലും സുവിശേഷം അറിയിക്കുന്നതിലും തന്നെ അവർ വിരമിച്ചില്ല. അനുസ്മരണം കൊണ്ടാടാം
കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനയുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളെ നിരന്തരം ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താൽ അനുഗ്രഹത്താൽ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം ഗുരുവാസനത്തിൽ സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും മിശിഹായിൽ നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. കാരണം തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. അവിടുത്തെ തിരുമനസ്സിൻ്റെ പ്രീതി അനുസരിച്ച് ഈശോ മിശിഹ വഴി തനിക്ക് വേണ്ടി നമ്മെ ദത്തുപുത്ര സ്ഥാനത്തേക്ക് അവിടുന്ന് മുൻകൂട്ടി നിശ്ചയിച്ചു. ഇത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ അവിടുത്തെ മഹത്വപൂർണമായ കൃപയുടെ പുകഴ്ചയ്ക്ക് വേണ്ടിയാണ്. അവനിൽ അവിടുത്തെ കൃപയുടെ സമ്പന്നതയ്ക്കൊത്ത് അവൻ്റെ രക്തം വഴിയുള്ള വീണ്ടെടുപ്പ്, അപരാധങ്ങളുടെ മോചനം നമുക്കുണ്ട്. ഇത് അവിടുന്ന് സമ്പൂർണ്ണ ജ്ഞാനത്താലും വിവേകത്താലും നമ്മിലേക്ക് വർഷിച്ചിരിക്കുന്നു. അവിടുന്ന് തൻ്റെ പ്രീതി അനുസരിച്ച് അവനിൽ നിശ്ചയിച്ചു നൽകിയ തിരുമനസ്സിൻ്റെ രഹസ്യം നമുക്ക് വ്യക്തമാക്കി തന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സമസ്തവും മിശിഹായിൽ സമയത്തിൻ്റെ പൂർണ്ണതയിൽ ഏകീഭവിപ്പിക്കുന്ന പദ്ധതി. തൻ്റെ തിരുമനസ്സിൻ്റെ തീരുമാനപ്രകാരം എല്ലാം നിറവേറ്റുന്ന അവിടുത്തെ പദ്ധതി അനുസരിച്ച് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവരായി ഞങ്ങൾ അവനിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് മിശിഹായിൽ മുമ്പേ പ്രത്യാശ അർപ്പിച്ച ഞങ്ങൾ അവൻ്റെ മഹത്വപൂർണമായ പുകഴ്ചയ്ക്ക് വേണ്ടി ആയിത്തീരുന്നതിനാണ്. അവനിൽ നിങ്ങളും സത്യത്തിൻ്റെ വചനമായ നിങ്ങളുടെ രക്ഷയുടെ സുവിശേഷം കേട്ട് അവനിൽ വിശ്വസിച്ച് വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവാൻ മുദ്രരാക്കപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി വീണ്ടെടുപ്പ് സ്വന്തമാക്കാനുള്ള നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസികളെ സൗഖ്യമൊഴിയും പകരും മൊഴികൾ മോദാൻ ദൈവകുമാരൻ നരനായ നമ്മെ മോചിതരാക്കി.
മൊഴികൾ ഭാഗ്യം നിറയും വലിയൊരു നിധി ഈശ്വരൻ ജീവൻ നൽകും ഔഷധമല്ലോ. ജീവൻ നൽകാൻ പോലും ജീവൻ വചനം കേൾക്കിലൊളിക്കും സാത്താൻ പാതകളേയും ഭീതിയോടനെ ഒഴിവായിടും. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമാ പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? ഈശോ പറഞ്ഞു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. ഈശോ പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിനും പിതാവിനിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വയമേത പറയുന്നതല്ല. പ്രത്യുതായി വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിനും പിതാവിനിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ ഈ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുകയും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയും അവൻ ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്ന് പിതാവ് പുത്രനിൽ മഹത്വപ്പെടുവാൻ വേണ്ടി ഞാനും പ്രവർത്തിക്കാം. എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിൽ ഏറെ സ്നേഹമുള്ളവരെ, ഇന്ന് നാം ഉയർപ്പുകാലം 3-ാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ആകുലതകൾ ഇല്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടെത്താൻ സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ആകുലതകൾ വർദ്ധിക്കുന്നത് പല രീതിയിലാണ്. ദാരിദ്ര്യം മൂലവും, രോഗം മൂലവും, മരണം മൂലവും, ജീവിത പങ്കാളിയെ കുറിച്ചുള്ള ഓർമ്മ മൂലവും, ജോലി രംഗങ്ങളിൽ സാധ്യമായ ജോലി രംഗങ്ങൾ ലഭിക്കാതെ കഴിയുന്ന മക്കളെ കുറിച്ചുള്ള ഓർമ്മ മൂലം മാതാപിതാക്കന്മാർ ഇന്ന് അസ്വസ്ഥരാണ്, ആകുലരാണ്. ഇന്നത്തെ സുവിശേഷത്തില് തന്റെ ആസന്നമായ മരണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈശോ രംഗപ്രവേശനം ചെയ്യുമ്പോഴും ശിഷ്യപ്രമുഖനായ പത്രോസ് കോഴി പോകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം തള്ളിപ്പറയുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ഒക്കെ ചെയ്യുമ്പോൾ ശിഷ്യപ്രമുഖനായ പത്രോസ് ഇപ്രകാരം ചെയ്യുന്നെങ്കിൽ ഞങ്ങളുടെ കാര്യം എന്തായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ശിഷ്യരുടെ ഇടയിലേക്കാണ് ഈശോ കടന്നു വരുന്നത്. ഈശോ അവരുടെ ഇടയിലേക്ക് കടന്നുവെന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എന്നിലും വിശ്വസിക്കുവിൻ, ദൈവത്തിലും വിശ്വസിക്കുവിനെന്ന്. നമ്മുടെയൊക്കെ ആഗ്രഹങ്ങളുടെ നടുവില് ഈശോ നമ്മോട് പറയുന്നതും ഇത് തന്നെയാണ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിനെന്ന്. രക്ഷപ്രതീക്ഷയെ കാത്തിരുന്ന യഹൂദർക്കും അകന്നു കഴിഞ്ഞ വിജാതിയർക്കും ഈശ്വരസിംഹായുടെ രക്ഷ അവരുടെ വിശ്വാസത്തോടെ സാധ്യമാണെന്ന് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്.
ഒരു കൊച്ചുകുട്ടി അവന്റെ അമ്മയുടെ സാന്നിധ്യത്തില് എന്തുമാത്രം സന്തോഷം അനുഭവിക്കുന്നു, എന്തുമാത്രം ആകുലതകൾ ഇല്ലാതെ ജീവിക്കുന്നുവെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പിതാവായ, നമ്മുടെ സൃഷ്ടാവായ, നമ്മുടെ പരിപാലകനായ ദൈവം നമ്മോട് ഇന്ന് അരുൾ ചെയ്യുകയാണ്. ആകുലതകളെ മാറ്റിമറിച്ചുകൊണ്ട് ദൈവത്തിനായി ചെയ്യുവാൻ, ദൈവത്തിന്റെ വിശ്വാസത്തിൽ ജീവിക്കുവാൻ, ഹൃദയം അസ്വസ്ഥമാകാതെ ദൈവത്തിലും എന്നിലും ജീവിക്കുവാനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകണമെന്ന് ഈശോ നമ്മോട് ഇന്ന് പറയുകയാണ്. ഫ്രാൻസിസ് സാലസ് ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്: എന്റെ ഭാവി എനിക്കൊരു പ്രശ്നമായിട്ടില്ല, കാരണം അത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. എന്റെ വർത്തമാനം ദൈവപരിപാലനയാണ്, എന്റെ ഭൂതകാലം ദൈവകരുണയാണ്. സ്നേഹമുള്ളവരെ, ജീവിതത്തില് എന്നും സന്തോഷം മാത്രം, അല്ലെങ്കിൽ ജീവിതത്തില് ദുരിതങ്ങളൊന്നും അനുഭവിക്കാതെ കടന്നുപോയ ഒരു വ്യക്തിയല്ല ഇപ്രകാരം പറയുന്നത്. മറിച്ച് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവകരുണയ്ക്കായി, ദൈവത്തിന്റെ കരുതല്, ദൈവപരിപാലന ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ച് ജീവിച്ച വ്യക്തിയാണ് ഇപ്രകാരം പറഞ്ഞു വെക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ സ്നേഹത്തിൽ ജീവിക്കുവാൻ, ദൈവം നൽകുന്ന ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്നിൽ വിശ്വസിക്കുക എന്ന ആഹ്വാനം ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കണം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: നിങ്ങൾ എന്നെ വിശ്വസിക്കുകയും എന്റെ വാക്ക് അനുസരിക്കുകയും ചെയ്താൽ, എന്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, അത് ലഭിക്കുമെന്ന്. ഈശോയിലുള്ള വിശ്വാസത്തോടെയാണ് നമുക്ക് ആകുലതകളെ മാറ്റിമറിക്കാൻ സാധിക്കുന്നതെന്ന് ഈശോ നമ്മോട് പറഞ്ഞു വെക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തില് മാതാപിതാക്കളെ കുറിച്ചോ, മക്കളെ കുറിച്ചോ, ജീവിത പങ്കാളിയെ കുറിച്ചോ, മറ്റേതെങ്കിലും രംഗങ്ങളെ കുറിച്ചോ ആകുലതകൾ ഉണ്ടെങ്കിൽ നാം നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടെ പുനർവിചിന്തനം ചെയ്യേണ്ട സമയമായി എന്നതാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഏതൊരു കാര്യം ലഭിക്കുമെന്ന ഉറപ്പോടെ നാം പ്രാർത്ഥിക്കുമ്പോൾ, മിശിഹായോട് ചേർന്ന് നിൽക്കുമ്പോൾ, എന്റെ വിശ്വാസത്തിലുള്ള കുറവ് മൂലമാണ് എന്റെ ജീവിതത്തിൽ ആകുലതകൾ കടന്നു വരുന്നതെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മിൽ പലപ്പോഴും പലരും പറയാറുള്ള ഒരു കാര്യമാണ്: അച്ചോ, ഞാൻ എന്തുമാത്രം വിശ്വസിച്ച് പ്രാർത്ഥിച്ചിട്ടും എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് വഴി എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കുക: വിശ്വാസം എന്നത് എനിക്കും നിങ്ങൾക്കും എന്താണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിശ്വാസം എന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു സമയമുണ്ട് എന്ന് കരുതി അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു കാത്തിരിപ്പിനെയാണ് വിശ്വാസം എന്ന് പറയാൻ സാധിക്കുന്നത്. ദൈവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇടപെടുന്ന സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയാൻ സാധിക്കുന്നത്. അബ്രാഹത്തിന് 100 വർഷക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം അദ്ദേഹത്തിന് പുത്രനെ നൽകുന്നു. ഇസ്രായേൽ ജനം 40 സംവത്സരങ്ങൾക്ക് ശേഷം കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നു. അവരുടെ എല്ലാം കാത്തിരിപ്പിന്റെ ഉത്തരമാണ് അവരുടെ വിശ്വാസം. അപ്രകാരം കാത്തിരുന്ന് ജീവിതത്തിലെ ദൈവം ഇടപെടുന്ന സമയത്തിന് വേണ്ടി കാത്തിരുന്ന അബ്രാഹം വിശ്വാസികളുടെ പിതാവായി മാറുന്നുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ആ സമയം ഏതാണെന്ന് മനസ്സിലാക്കുവാൻ, ഏതാണെന്ന് അന്വേഷിച്ചറിയുവാനുള്ള കാത്തിരിപ്പിന്റെ കാലഘട്ടമാണിത്. എല്ലാ പ്രതിസന്ധികളിലും ദൈവത്തിന്റെ സന്നിധിയിൽ ഉത്തരവുണ്ട് എന്ന ഉറപ്പാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം എന്ന് നാം മറക്കാതിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടായാലും, പ്രയാസങ്ങളുണ്ടായാലും, ബുദ്ധിമുട്ടുകളുണ്ടായാലും, രോഗത്തിന്റെ അവസ്ഥയുണ്ടായാലും, അതിന്റെ എല്ലാം അവസാനം എല്ലാ പ്രതിസന്ധികൾക്കും ദൈവത്തിന്റെ സന്നിധിയിൽ അതിനുള്ള ഉത്തരവുണ്ട് എന്നുള്ള ഉറപ്പോടുകൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അരുൾ ചെയ്യുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവമെല്ലാം നന്മയ്ക്കായി പരിഗണിക്കുമെന്ന്. ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ, വിശ്വാസ ജീവിതത്തിൽ അടിയുറച്ച് ജീവിക്കുമ്പോൾ എല്ലാം ദൈവം നമുക്ക് നന്മയ്ക്കായി നൽകുമെന്ന വലിയ ഉറപ്പാണ് സ്നേഹ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ വായന ഭാഗങ്ങളിലെല്ലാം ഇത് തന്നെയാണ് ഈശോ നമ്മോട് പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കും ശാന്തതയും സമാധാനം അനുഭവിക്കുവാൻ സാധിക്കുമെന്ന് ഇന്നത്തെ 1-ാമത്തെ വായന നമ്മോട് പറയുകയുണ്ടായി. 2-ാമത്തെ വായന ദൈവനാമത്തെ പ്രതി പീഡകൾ സഹിക്കേണ്ടി വരുമ്പോൾ, അപമാനം സഹിക്കേണ്ടി വരുമ്പോൾ അതിൽ സന്തോഷിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ശിഷ്യന്മാരെ കണ്ടെത്തുകയാണ് നാം.
നമ്മുടെ ജീവിതത്തിൽ അപമാനങ്ങൾ സഹിക്കേണ്ടി വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വരുമ്പോൾ നമ്മുടെയൊക്കെ മനോഭാവവും എപ്രകാരമാണ് വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുവാൻ, ഈശോയുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന വിശ്വാസത്തോടെ ജീവിക്കുമ്പോൾ സ്നേഹന്മാരെ പോലെ അപമാനങ്ങൾ സഹിക്കേണ്ടി വന്നാലും സന്തോഷത്തോടെ അവ ഏറ്റെടുക്കുവാൻ സാധിക്കും. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇപ്രകാരം പറഞ്ഞത്, ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്ന്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം, കർത്താവ് സ്വർഗത്തിൽ നമുക്കൊരു സ്ഥലം ഒരുക്കുവാനായി ഒരു സ്ഥലം നമുക്കായി അവൻ ഒരുക്കിയിട്ടുണ്ട്. ആഗ്രഹിച്ചത് പലതും ഈ ലോകത്തിൽ കിട്ടാതെ വന്നപ്പോൾ നമുക്ക് സന്തോഷം നൽകുവാൻ നമുക്കൊരു സ്ഥലമുണ്ട് എന്ന ഉറപ്പ് ഈശോ നമുക്ക് നൽകുകയാണ്. ഇഹലോക ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾക്കുമൊക്കെ അവസാനം സ്വർഗത്തില് നമുക്കൊരു സ്ഥലമുണ്ട് എന്ന വലിയ ഉറപ്പും ഇന്ന് ഈശോ നമ്മുടെ മുമ്പിൽ നൽകുകയാണ്. എന്നാൽ ജീവിതത്തിന്റെ ലക്ഷ്യവും അർത്ഥവും മനസ്സിലാക്കാതെ ജീവിച്ചാൽ, ജീവിതത്തിന്റെ ലക്ഷ്യവും അർത്ഥവും ക്രൈസ്തവ ജീവിതത്തിന്റെ യഥാർത്ഥമായ ലക്ഷ്യവും അർത്ഥവും മിശിഹായിലേക്ക് എത്തിച്ചേരുകയാണ്, മിശിഹായെ പ്രഘോഷിക്കുകയാണ് എന്ന് മനസ്സിലാക്കാതെ ജീവിച്ചാൽ ഈ സ്വർഗത്തിലെ ഇടം നമുക്ക് നഷ്ടമാകുമെന്ന് ഓർത്തുകൊള്ളുക. സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനുള്ള ജീവിതങ്ങളെ നരകതുല്യം നാം ജീവിച്ചു തീർക്കുമ്പോൾ, നമ്മുടെ ആകുലകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാത്രമായി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് ഒരു നോക്ക് നോക്കുവാൻ സമയം കണ്ടെത്താതെ ജീവിക്കുമ്പോൾ നാം മനസ്സിലാക്കുക നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതം എപ്രകാരമാണ് ഇന്ന് നിലനിൽക്കുന്നത് എന്ന്. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഓൺലൈൻ വഴിയൊക്കെയായി നാം ഈ പ്രത്യേക സാഹചര്യത്തിൽ വിശുദ്ധ കുർബാനയിലും മറ്റു പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കുക, ഇതിനുശേഷവും വിശ്വാസത്തിന്റെ തലത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ, ഇത് മാത്രമല്ല ഇതിനപ്പുറത്തേക്ക് ഇതിനുശേഷവും വിശുദ്ധ ബലിയിൽ ആത്മാർത്ഥമായി പങ്കെടുക്കുവാൻ, നമ്മുടെയൊക്കെ ഇടവക ദേവാലയങ്ങളിൽ ആത്മാർത്ഥമായി ഈശോയോട് ചേർന്നുകൊണ്ട് ഈശോയുടെ ബലിയിൽ പങ്കെടുത്തുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ ജീവിതത്തെ നന്മയിലൂടെ നയിക്കുവാനുള്ള വലിയ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്രകാരം വിശുദ്ധ കുർബാനയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ, നമ്മുടെയൊക്കെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ആഘോഷമായ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാൻ, വിശുദ്ധ കുർബാനയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ നൽകുവാൻ, നമ്മുടെ പ്രയാസങ്ങളെ ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ സമർപ്പിച്ചുകൊണ്ട് അവിടുന്ന് അനുഗ്രഹം ലഭിച്ചുകൊണ്ട് ബലിപീഠത്തിന്റെ അരികിൽ എത്തപ്പെട്ട ജീവിതങ്ങളായി ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, ദൈവമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഒരിക്കലും ദാരിദ്ര്യവും പട്ടിണിയും രോഗവും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അങ്ങിൽ നിന്ന് മാറിപ്പോകാതെ സഹനങ്ങൾ നൽകിയ ദൈവത്തെ സ്നേഹിക്കുവാൻ, സഹനങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് ദൈവത്തെ സ്നേഹിക്കുവാനുള്ള വലിയ ആഹ്വാനമാണെന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഈ വിശുദ്ധ കുർബാന മധ്യേ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള അനുഗ്രഹത്തിനായി ഈ വിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിന്റെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. അനുകൂലമായ കാലാവസ്ഥയ്ക്കും സമൃദ്ധമായ വിളവുകൾക്കും സുഭിക്ഷമായ മത്സരത്തിനും ലോകം മുഴുവന്റെയും ഐശ്വര്യത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായി, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് വലിയ മെത്രാപ്പൊലീത്തായി, ഞങ്ങളുടെ അതിരൂപതാധീശനായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായി, അവരുടെ സഹശുശ്രൂഷികളുടെയും ക്ഷേമത്തിനു വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖയായിരിക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും തിരഞ്ഞെടുത്ത അങ്ങയുടെ അശരണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പ്രതിജ്ഞം പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾക്ക് യോഗ്യരായ തലമുറയ്ക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുകയും. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധൻ കഠിനമായ പിഴകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അശകണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകും. ദൈവസ്വഭാവത്തിന് അന്ധമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവപ്പിൽ നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യരകത്തായി യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിന്റെ മേലും ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങയെ ദോഷിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. അതുപോലാത്മജനം ദിവ്യരൂപായും സ്തുതിയെന്നും ദൈവാംബികയെയും മാനവസേനയും സാദരമൂർത്തിയിടാം പാവനമീ ബലിയും. സുധനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരും ഒന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായെയും സാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം.
രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു മൃഗരെല്ലാരും മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു തിരുസന്നിധിയിൽ ഹൃദയകരങ്ങൾ ചൊരിയുവിടുന്നേക്കും നോക്കും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ മോദാ ദിക്കിൻ വാഴ്ത്തിടാ. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഗോത്രങ്ങൾ സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതം യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബായി തറയ്ക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും ഇരിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്വഹീകവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായി ശരീരത്തിന്റെ വിയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശുദ്ധായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്നും വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും വിശുദ്ധായുടെ കൃപയാൽ ഈ ബന്ധത്തെ സഹായത്തിനും രക്ഷയ്ക്കും സുരക്ഷിതനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കൃപാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഭീഷണം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ കൃപകളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ ശരീരങ്ങളാവുന്ന രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാവുക വലിയവരും ഭാവികമായതിനും ഞങ്ങളെ യോഗ്യരാക്കി അങ്ങ് നൽകി ദാനം സ്നേഹത്തോടും കുറച്ച് വിശ്വാസത്തോടും കൂടെ പരിഗണന ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതി ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളോട് കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ സമാധാനം ആശംസിക്കുക.
നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുക. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുക. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമർത്ഥമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കും. സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമതും സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാബ്രാഹം ഇസഹാക്ക് യാക്കോബിന്നിവക്കൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധാത്മാവുമായ സുരേശ്വരം അങ്ങയുടെ വർദ്ധനേറെ ശ്രീത്വത്തിന്റെ ആരാധ്യമായ നാം എല്ലാ ആദരങ്ങളും സ്തുതി എല്ലാ നാമങ്ങളും നിറഞ്ഞതേ എല്ലാ സത്യങ്ങളും പുകഴ്ചയും അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെ സർവസകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ള കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളായിരുന്നവരും മാലാഖമാരുടേതായിരുന്നവരും മഹോന്നതനായ അങ്ങയെ ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരോധികമായ സ്വർഗീയ സൈനികർ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരോധികമായ ഗോവിന്മാരോടും സാധ്യന്മാരോടും ചേർന്ന് നാമനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ധനവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാൽ ഉന്നതവി
കർത്താവിൻ തിരുനാമത്തിൽ വന്നവരും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന ഓശാന. കർത്താവായവനേ, സ്വർഗ്ഗങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതാവാസം സമർപ്പിക്കുന്നു. അങ്ങയിൽ പറഞ്ഞിരിക്കുന്ന ആത്മജാതൻ അങ്ങയുടെ സദൃശനമായ പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയുടെ ഉദാസമാരുടെ കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് മേഘനിഷ്ഠനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അന്ത്യമായ ആത്മാവോട് അന്ത്യമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായ സ്ത്രീജാതനായി നിയമത്തിന് അധീനതായോഗ്യമാ നിയമത്തിന്റെ ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താങ്കൾക്ക് ചുടപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ചില നിങ്ങളുടെ നാമത്തിൽ മനുഷ്യ കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ നിന്റെ സമയം ഒരുമിച്ച് കൂടിയിരിക്കുക. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തവരും അത്ര വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പ്രതിച്ചുപോയി ഞങ്ങളെ സമർപ്പിക്കുകയും വൃദ്ധരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യും. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജയമാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ഗീവർഗീസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി ഞങ്ങളുടെ പിതാവും മേൽദർശനമായ മാർ യോസേഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടി പുരോഹിതന്മാർ സമർപ്പിതർ ആത്മായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്ത്രികളുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നദ്ധി പ്രീതിജനമായ പ്രദേശം നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർതിരിഞ്ഞു പോയി എല്ലാ മരിച്ചു
ആശയോടെ കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടി അയോഗ്യനായ എനിക്ക് വേണ്ടി ഈ കൃപാനെ സ്നേഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേയുടെ കാരുണ്യത്തിന് കൃപാതിരം യോജിച്ചവിധം അങ്ങയുടെ ജനത്തോടും ഇടയവനായ എന്നോടും പ്രതിജ്ഞാനം എന്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്കവിധം പ്രവർത്തിക്കരുത്. അങ്ങയുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശീലം വഴി ഞാനും ഇവരും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യനാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ പ്രാർത്ഥനകൾക്ക് കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന് അങ്ങയുടെ വിശുദ്ധന്റെ ശരീരങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതിക്കുന്ന നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണം അങ്ങയുടെ ഔന്നത്യവും സമൃദ്ധവുമായ കൃപയാസംജാതമാക്കണമേ. ജീവിതകാലം അങ്ങയുടെ ശാന്തിയും സമാധാനവും നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവം. അങ്ങയുടെ ദൈവത്തിനായ ഈശോമിശിഹായെ ഭൂവാസികളെല്ലാവരും അറിയിക്കുന്നു. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹായും ജീവിതദായകമായ സുവിശേഷത്തിലെ പ്രവാചകന്മാർ, സ്ത്രീമാർ, രക്തസാക്ഷികൾ, മണ്ഡലന്മാർ, ലേഖപാലകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകർ, വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സിദ്ധാന്തമായ എല്ലാവരും ആവശ്യമായ നരകത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചതെല്ലാം മനുഷ്യനും അറിയിക്കുന്നു. അങ്ങനെ മാതൃപരമ്പരാഗതമായി സ്വീകരിച്ചു അങ്ങയുടെ നാമത്തിൽ വിശുദ്ധൂടെ ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാമം രക്ഷകരമായി ഈശോമിശിഹായുടെ വിധാനത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ദൈവികവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ദിവസത്തിൽ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി യാതനപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ കൃപാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും പരിശുദ്ധരുടെ വലിയ പ്രത്യാശയും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാർഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടെ പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. ശാന്തിയും സമാധാനവും സഭയും രാഷ്ട്രത്തെയും ഐക്യത്തെ സംരക്ഷിക്കാനും യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപേരാഗ്രഹിക്കാനും ഇനിയിത്തരം ദൈവപൈതരം സമാധാനപൂർവ്വം ശാന്തവുമായ ജീവൻ നിങ്ങൾക്ക് നിലനിർത്താതെ നിന്റെ നാമത്തിന് ഉണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരണത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ.
എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളിലെ അങ്ങയുടെ കാര്യങ്ങളെ എടുത്തിരിക്കുന്നു. ഞങ്ങളുടെ വിശ്വസിമായി സ്ത്രീയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയത് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, കൃത്യതാപാമോദരവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ. സ്നേഹമോടെന്നെ കൈക്കൊള്ളോ, എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിനുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. പൂർണ്ണ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ നമുക്ക് നിത്യജീവന്റെ ദാനം സ്വീകരിക്കാം. നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്താപത്തോടും കൂടെ സഭയുടെ ദിവ്യ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. അനുതാപത്തിനുള്ളതാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണങ്ങളോടെ ക്ഷമിക്കണം. മഹോന്നതവുമായ അങ്ങേ സ്വതനായിട്ട് സകല വിശുദ്ധരും സ്തുതിക്കുവാൻ ഞങ്ങളുടെ അന്തരങ്ങളെ പ്രവർത്തിക്കുകയും ചെയ്യും. കർത്താവേ, ഞങ്ങളുടെ സമാധാനവും ഹൃദയങ്ങൾ നിന്റെ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണങ്ങളാക്കുകയും ജ്വലിക്കുന്ന ആളുകൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആർപ്പിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്രകാരം പ്രാർത്ഥന ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച വിശ്വാസത്തെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവ്വേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. നിങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ സൈന്യങ്ങൾ നിങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു,
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന അവിടുത്തെ നാം എല്ലാവരും ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തപാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. അനുശോചനത്തിന്റെ പ്രത്യാശയായ മിശിഹായെ ഞങ്ങൾ ഭക്ഷിക്കാതിരിശീലവും പാനം ചെയ്ത രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവധികാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിരസനതയും സന്തുഷ്ടിക്കും നിദാനമാകുകയും സകലത്തിന്റെയും നാഥനായി എന്നേക്കും ആമേൻ. കർത്താവിൻ തിരുമുൻപിൽ വന്നതി ഭക്തി വിശ്വാസപൂർവകം ഞങ്ങൾ കൈക്കൊണ്ടോരീ രഹസ്യങ്ങൾ പാപമോചന ഏകത്തെ ഉന്നതൻ യുഗരാജാവായിടും കന്യകാ സുനീശോയേ, ദാസന്റേതുപോൽ സൃഷ്ടാവിന്റെ സാദൃശ്യം നീതിലയ്ക്കുകേ. നിന്നിൽ വിശ്വസിച്ചാശ്രയിച്ചവർ നിന്റെ സങ്കേതം തേടിയോ. നിന്റെ മാംസനീണങ്ങളാ പാപമോചനം നേടി ധന്യരാ. വാനമേഘത്തിൽ നീ വരും നാളിൽ നീതിരേൽപ്പിനാ. നിന്റെ മുൻപിൽ വരാനും വാനവ വൃന്ദമോ തുനിരന്തരം നിൻ സ്തുതിഗീതമാലപിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണേ. നിൻ സ്തുതിഗീതമാലപിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുതിർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാളിലും യോഗ്യവും എല്ലാ കാര്യങ്ങളിലും ഉത്തരവുമാകുന്നു. അങ്ങയുടെ ജീവനായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരുടെ കൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവസങ്ങൾ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങളോട് ആരാധിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരനായ ആമേൻ. കർത്താവേ ആശ്രദിക്കണമേ. സകലത്തെയും പ്രവർത്തിക്കുന്നതിന്റെ അമൂല്യമായ ജീവിതങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹായ
വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിക്കുവാനോട് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ചാരം നിന്റെ കാരുണ്യത്താ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുള്ള വൃത്തിയാശിക്കും നിന്റെ സന്നദ്ധയിൽ പ്രീതിനമായത് വർദ്ധിച്ച് എല്ലാവരോടും ഒന്നിച്ച് സുഖതായിട്ടുള്ളതുമായ ജീവിതത്തിനും കാരണമാക്കി സകലത്തിന്റെയും നാഥായി എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുവാമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു.
പെരുന്നാൾ പള്ളിയിൽ വെച്ച് നടക്കുന്നതാണ്. പരേതയ്ക്ക് വേണ്ടി നമുക്ക് ഭവനങ്ങളിലായിരുന്നുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. പുരോഹിതനീശോയെ നിന്റെ പുരോഹിതദാസനെ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലരായി കാക്കണമേ. നിത്യപുരോഹിതനീശോയെ നിന്റെ പുരോഹിതദാസനെ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലരായി കാക്കണമേ. നിൻതിരുരക്തം നുകരുന്ന അധരം നിർമ്മലമാക്കണമേ. നിൻതിരുരക്തം നുകരുന്ന അധരം നിർമ്മലമാക്കണമേ. നിന്റെ ശരീരമുയർത്തുന്ന കൈകൾ പാവനമാക്കണമേ. നിന്റെ ശരീരമുയർത്തുന്ന കൈകൾ പാവനമാക്കണമേ. ലൗകിക മോഹം നിറയാതെ ഹൃദയം സുരഭിലമാക്കണമേ. ലൗകിക മോഹം നിറയാതെ ഹൃദയം സുരഭിലമാക്കണമേ. ദൈവിക കാന്തി നിറച്ചെന്നും വദനം ഭാസുരമാക്കണമേ. ദൈവിക കാന്തി നിറച്ചെന്നും വദനം ഭാസുരമാക്കണമേ. മാനവ പ്രീതി തേടാതെ മനസ്സിനെ മുദ്രിതമാക്കണമേ. മാനവ പ്രീതി തേടാതെ മനസ്സിനെ മുദ്രിതമാക്കണമേ. വികരാജ്യം സ്ഥാപിക്കാൻ നിത്യം തീക്ഷ്ണത പകരണമേ. ദൈവിക രാജ്യം സ്ഥാപിക്കാൻ നിത്യം തീക്ഷ്ണത പകരണമേ. നിത്യപുരോഹിതനീശോയെ നിന്റെ പുരോഹിതദാസനെ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലരായി കാക്കണമേ. നിത്യപുരോഹിതനീശോയെ നിന്റെ പുരോഹിതദാസനെ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലരായി കാക്കണമേ. നിർമ്മലരായി